ഹലോ മുത്തുമണികളെ. അപ്പോൾ ഞാൻ ഇന്ന് പയർ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ടോ. ഇന്ന് നമ്മുടെ അമ്മായി പയർ പറിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അങ്ങനെ നമ്മുടെ കൃഷിഭവൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു ഞങ്ങൾ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നല്ലൊരു ആമ്പലുള്ളൊരു പാടം കണ്ടോ നല്ല രസമില്ലേ ആമ്പൽപ്പാടം. അങ്ങനെ ഞങ്ങളത് കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ കൃഷി ചെയ്ത മാമനായിരുന്നു കൃഷി ചെയ്ത സ്ഥലം. മാമ ഇവിടെ കൃഷിഭവൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അമ്മായി കണ്ടോ നല്ല വെയിലാണ്, നല്ല നട്ടുച്ച സമയത്തിന് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പം നല്ല അങ്ങനെ ഞങ്ങൾ പറിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ദിവസം അമ്മായി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് ഞാൻ പോയിട്ടില്ലായിരുന്നു. അന്ന് എന്തോ ഒരു മടി പിടിച്ചപ്പോൾ സംഭവം പോയിട്ടില്ലായിരുന്നു. അങ്ങനെ നല്ല കുറ്റിപ്പയറായിരുന്നു കേട്ടോ, കുറ്റിപ്പയർ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മാമൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പയർ. പിന്നെ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കടുക് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും അത്യാവശ്യം കടുകൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാമൻ എന്തുണ്ടാക്കുമ്പോഴും ഞങ്ങളെ വിളിക്കാറുണ്ട് പറിക്കാനൊക്കെ. എനിക്കിഷ്ടം അങ്ങനെ ഓരോന്ന് കൃഷി ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പറിക്കാനൊക്കെ. വീട്ടിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, തക്കാളി വെണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കണ്ടോ ഒരുപാട് പയറുകളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് അവിടുന്ന് പറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടുന്ന് പറിച്ച് പോവാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നോയമ്പ് മാസം കൂടി ആയതുകൊണ്ട് എല്ലാവരും ഇപ്പം പയർ എന്തായാലും എടുക്കുന്നതും കൂടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഞാൻ പിന്നെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളായിരുന്നു. ഇവർ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് ഇവർ പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വല്ല ഇഴജന്തുക്കളുണ്ടോ ഇതിൻ്റെ ഉള്ളിലൊന്നും അറിയത്തില്ലല്ലോ, നല്ല ഉച്ച സമയമാണ്. അപ്പോൾ അതും നോക്കണം, നിങ്ങളെയും നോക്കണം. അങ്ങനെ ഞങ്ങൾ പയർ പറിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം പയറൊക്കെ ഞങ്ങൾക്ക് കിട്ടി. എന്ത് രസമല്ലേ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ഇതൊക്കെ പറിക്കുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണേ. നിങ്ങളിൽ ആരൊക്കെ കൃഷിയുണ്ട്? ആരുടെ വീട്ടിലാണ് കൃഷിത്തോട്ടമുള്ളത്? എല്ലാവരുടെ വീട്ടിലേയും ഉണ്ടോ? അപ്പം കണ്ടോ, എനിക്ക് അത്യാവശ്യം തന്നെ എനിക്ക് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തി, അപ്പോൾ എനിക്ക് ഇത്രയും പയർ കിട്ടി. ഉപ്പേരി വെച്ചു. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.